സങ്കടങ്ങൾ മറക്കാൻ മറ്റു വഴികൾ നോക്കുന്നതാ നല്ലത്. ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയെ മാറ്റാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് ഈശ്വരനാ. ആ തൃപ്പാദങ്ങളിൽ മോളുടെ സങ്കടങ്ങളെല്ലാം സമർപ്പിക്കുക. ഭഗവാൻ ഇതിനൊരു പരിഹാരം കാണും. അബിയുടെ മനസ്സിൽ ഒരു പരിവർത്തനം ഉണ്ടായി. അവളുടെ സ്വഭാവം മാറാതെ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരില്ല. അത് സംഭവിക്കണമെങ്കിൽ ഭഗവാൻ തന്നെ തീരുമാനിക്കണം. ഈ വീട്ടിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഞാനായിട്ടുണ്ടാക്കുന്നതാണെന്നാ ചേച്ചി പറയുന്നത്. അത് കേൾക്കുമ്പോ മനസ്സിന് വല്ലാത്ത സങ്കടം. എന്റെ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. മോളെ, എനിക്കറിയാം മോളുടെ മനസ്സിൽ അത്തരം ചിന്തകൾ ഇല്ലാന്നും എനിക്കറിയാം. ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കുമ്പോ നമുക്കത് സഹിക്കാൻ വയ്യാത്ത വേദന ഉണ്ടാക്കുമെന്നും എനിക്കറിയാം. അതാണ് അബിയുടെ അത്തരം വാക്കുകളൊന്നും മോളുടെ മനസ്സിൽ നിന്ന് പോകാതെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഒരു വിധിയാണ് മോളെ. നമ്മൾ എന്തൊക്കെ അനുഭവിക്കണമെന്ന് മുൻപേ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലേ പറയുക. അതൊന്നും മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അനുഭവിക്കേ നിവർത്തിയുള്ളൂ. ഈ വീട്ടിൽ ഞാൻ വന്ന് കയറുമ്പോ മനസ്സിൽ ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പലപ്പോഴായിട്ട് അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോ വലിയ സങ്കടം തന്നെയാ. എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും എല്ലാം ഞാൻ പറയുന്നത് ഭഗവാനോടാ. ഒരിക്കലും ഭഗവാൻ എന്നെ കൈവിട്ടിട്ടില്ല. ഇവിടെയും ഭഗവാൻ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവാൻ അവസരം ഒരുക്കും തന്നെയാ നീ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ സത്യമാകും മോളെ, അതെനിക്ക് ഉറപ്പാ. മോള് വിഷമിക്കാതിരിക്കെ. എത്രയായി? 50. എന്താ സൂരജ്, അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞ്? അങ്കിളും ഹരിയച്ചനും ഫോണിൽ സംസാരിച്ചപ്പോൾ വിദ്യക്കെന്തോ വയ്യാതിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താ പറ്റിയത്? അത് ഞാൻ മെന്റലി വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ വെറുതെ ഫോണിൽ നോക്കിയും ആലോചിച്ചൊക്കെ നടക്കുന്നത് കണ്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഡൗട്ടായി. അതാ ഹരിയങ്കലിനോട് അച്ഛൻ അങ്ങനെ പറഞ്ഞു. അത് ചോദിക്കാനാണോ കാണണമെന്ന് പറഞ്ഞ്? അത് തനിക്കെന്തോ വയ്യാന്ന് പറഞ്ഞപ്പോൾ ആകെ ടെൻഷനായി. അങ്ങനെ ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും, അത്രേ ഉള്ളൂ. സൂരജിനോട് ഞാനൊരിക്കലും എൻ്റെ ഇഷ്ടം ആ രീതിയിൽ പറയണമെന്ന് കരുതിയതല്ല. പക്ഷേ അന്നെന്തോ എനിക്കെല്ലാം മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന് തോന്നി. അതാ പെട്ടെന്ന് പറഞ്ഞത്. അത്രയും കാലം മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അറിയാതെ പറഞ്ഞും പോയി. സൂരജിനത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റിയില്ല. അതെല്ലാം ഓർത്തപ്പോ ഞാനൊരു വല്ലാത്ത അവസ്ഥയിലായി. ഒന്നും പറയാതെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നി. എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ അവസ്ഥ താൻ കരുതും പോലെ അല്ല വിദ്യ. തനിക്കൊരിക്കലും ഞാൻ ചേരുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ എന്തായിരുന്നുവെന്നും ഇപ്പം എൻ്റെ അവസ്ഥ എന്താണെന്നും എനിക്കൊരു ധാരണയുണ്ട്. എനിക്ക് തന്നെ സ്വന്തമാക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് എന്ത് യോഗ്യതയൊക്കെ വേണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്, അല്ലാതെ സൂരജല്ല. എടോ, ആദ്യമായ എന്നോട് ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നോ എങ്ങനെ പ്രതികരിക്കണമെന്നോ എനിക്കറിയില്ല. അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു മനസ്സിൽ. സാരമില്ല. സൂരജിന്റെ മനസ്സിൽ ഒരിക്കലും എന്നെ എങ്ങനെ കാണാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ മനസ്സിൽ എന്നോ കയറി കൂടിയൊരു ചിന്ത, അതെന്നോ അങ്ങനെ തന്നെ ഉണ്ടാവും. അത് ഞാൻ മാനേജ് ചെയ്തോളാം. സൂരജ് അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. അത് മറന്നേക്ക്. അങ്ങനെ പറഞ്ഞാൽ ഇതൊന്നും തീരില്ല വിദ്യ. എൻ്റെ മനസ്സിൽ ഒരു കടൽ തന്നെ ഇളകി മറിയുന്നുണ്ട്. അന്ന് പെട്ടെന്ന് താനെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് മറുപടി പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എന്നെക്കുറിച്ച് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് സ്വയം നിയന്ത്രിച്ചു. താനെന്ന് പറഞ്ഞതെല്ലാം സത്യം തന്നെയാ. തൻ്റെ എല്ലാ പ്രോഗ്രാമുകളും കാണാൻ ഞാൻ വരാറുണ്ടായിരുന്നു. ദൂരെ നിന്ന് പലപ്പോഴും
ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇഷ്ടം പറയാൻ എനിക്ക് മടിയായിരുന്നു. ജീവിതത്തിലെ പരാജയത്തിൽ നിന്നുണ്ടായ കോംപ്ലക്സ് ആയിരിക്കും. അതിന് നമ്മളൊക്കെ ജീവിതം തുടങ്ങുന്നല്ലേ ഉള്ളൂ. സൂരജ് സംസാരിക്കുന്നത് കേട്ടാ 10-60 വയസ്സായെന്ന് തോന്നുമല്ലോ. പരീക്ഷയിൽ കുറച്ച് സപ്ലി ഉണ്ടെന്ന് കരുതി അതൊരു ജീവിത പരാജയമായിട്ടൊന്നും കാണണ്ട. നാളെ സൂരജ് സ്വന്തമായി ഒരു ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോ എല്ലാ എക്സാമും പാസ്സായവരെ സ്വന്തം ജോലിക്കാരായി നിയമിക്കില്ലേ? ഇങ്ങനെ മോട്ടിവേഷൻ തരാൻ താനെന്നും കൂടെ ഉണ്ടായിരുന്നാ മതി. അതിന് സൂരജിന് എന്നോട് ഇഷ്ടമൊന്നുമില്ലല്ലോ, പിന്നെ ഞാനെങ്ങനെ കൂടെ ഉണ്ടാവാനാ? ഹാ, അത് ശരി. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടിട്ട് തനിക്കൊന്നും മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായില്ലേന്ന്? എനിക്ക് വിദ്യയെ ഇഷ്ടമാണെന്ന്. താൻ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അത് ഇത്രയും നാൾ ഞാനും പറയാതെ കാത്തു വെച്ചതാ. പക്ഷേ താൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ പെട്ടുപോയി. എനിക്കറിയായിരുന്നു, പക്ഷെ അത് സൂരജ് തന്നെ പറഞ്ഞു കേൾക്കണമല്ലോ. അതിനു വേണ്ടിയാ ഞാൻ വെയിറ്റ് ചെയ്തേ. എന്നാലും ഞാൻ മനസ്സ് തുറന്ന് പറഞ്ഞു കഴിഞ്ഞ് എന്നെ വീടിന്റെ അടുത്ത് ഇറക്കി വിട്ടിട്ട് ഒന്നും പറയാതെ പോയപ്പോ ഞാൻ ആകെ ടെൻഷനായിപ്പോയി. സോറി വിദ്യ, എൻ്റെ അപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. ശരി, ഓക്കെ. ഇനി അതൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയണ്ട. രണ്ടുപേരുടെ ഇഷ്ടം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ സമയമാണ്. ഇത്രയും നാള് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പ്രണയം ആഘോഷിക്കാനുള്ള സമയം. കറി വേണം? ഇല്ല. കള്ളം പറയണ്ട, തനിക്കത് ചേരില്ല. എന്താ പറ്റിയത്? കാര്യം പറ മീര. ആദർശേട്ടാ, ഞാൻ കാരണല്ലേ ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്ന് ആര് പറഞ്ഞു? അഭി പറയുന്ന ഓരോ പൊട്ടത്തരങ്ങൾ കേട്ട് വിഷമിക്കാൻ നിന്നാല് അതിന് മാത്രം സമയം കാണും. അഭി ചേച്ചിയോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് ചേച്ചിയോട് സ്നേഹം മാത്രമേ ഉള്ളൂ. എന്നിട്ടും ചേച്ചി എന്തിനാ എന്നോട് ദേഷ്യ അകൽച്ചയും കാണിക്കുന്നത്? അവളുടെ ലക്ഷ്യം വേറെയാണ് മീര. അഭിരാമി ആഗ്രഹിക്കുന്നത് സ്വത്തും പണവും മാത്രമാണ്. അത് നേടിയെടുക്കാനും അവളുടെ ഭാഗം കണക്ക് പറഞ്ഞു വാങ്ങിക്കാനും അവൾ മീരയെ കരുവാക്കുന്നതാണ്. ചേച്ചി എന്നോട് എത്ര വേണമെങ്കിലും ദേഷ്യപ്പെട്ടോട്ടെ, അതൊക്കെ ഞാൻ സഹിച്ചോളാം. പക്ഷെ എന്റെ പേര് പറഞ്ഞ് ഈ കുടുംബം രണ്ടാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത. ഞാൻ പറഞ്ഞില്ലേ, താനൊന്നും കാര്യമാക്കാൻ വേണ്ട. മീരയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് അമ്മ ഉൾപ്പെടെ ഈ വീട്ടിലെല്ലാവർക്കും അറിയാം. പിന്നെന്താ? പക്ഷെ ആദർശേട്ടാ, എനിക്കെന്തോ സഹിക്കാൻ പറ്റുന്നില്ല. വിവാഹം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വരുമ്പോ കൂട്ടുകാരിയായിട്ട് എനിക്കൊരു ചേച്ചി ഇവിടെ ഉണ്ടല്ലോ എന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ ചേച്ചിക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോ എന്റെ പേര് പറഞ്ഞ് ഈ വീട്ടിൽ രണ്ടായിട്ട് താമസിക്കാൻ പോവാ. ഞാൻ പറഞ്ഞില്ലേ മീര, ഇതിലൊന്നും മീര ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അഭിരാമിയുടെ പിടിവാശി മാത്രമാണ്. അത് വിഘ്നേഷിന് പോലും അറിയാം. ചെറുപ്പം മുതലേ ഇത്തരം വാശികൾ അഭിക്കുള്ളതാ. അവള് കരുതുന്നതാണ് ശരിയെന്നാണ് എല്ലാ കാര്യത്തിലും വിശ്വാസം. അത് ആര് പറഞ്ഞു തിരുത്തിയാലും അഭി അംഗീകരിക്കില്ല. ആദ്യം മുതലേ അഭിക്ക് മീരോട് ഒരു കുശുമ്പ് കലർന്ന ദേഷ്യ. തന്നെക്കാളും എല്ലാ അർത്ഥത്തിലും മുന്നിൽ നിൽക്കുന്ന ആളോട് തോന്നുന്ന ഒരു കുശുമ്പ്. അതിന്റെ ദേഷ്യമാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. ഞാനതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ചേച്ചിയോട് എനിക്ക് എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ. അതെനിക്കറിയാം. തനിക്ക് ആരെയും വിഷമിപ്പിക്കാൻ കഴിയില്ല. എനിക്ക് മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവർക്കും അതറിയാം. പിന്നെ അമ്മയുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അമ്മയ്ക്ക് ഞാനും അഭി ഒരുപോലെയാ. ആരെയും അമ്മയ്ക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൂടിയാ പല സ്ഥലത്തും അമ്മ മൗനം പാലിക്കുന്നത്. അതെനിക്കറിയാം. അതിലൊന്നും എനിക്ക് യാതൊരു പരാതിയുമില്ല. എന്റെ വിഷമം ഞാൻ കാരണം ഈ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്തിട്ടാ. ഇവിടെ എല്ലാം പഴയതുപോലെ ആവാൻ
ഞാൻ അഭിചേച്ചിയോട് കാല് പിടിച്ച് മാപ്പ് പറയണമെങ്കിൽ അതിനും തയ്യാറാ. എന്തിന്? അതിന് താൻ എന്ത് തെറ്റാ ചെയ്തേ? ഒരു തെറ്റും ചെയ്യാത്ത താൻ ആരുടെ മുന്നിലും തല ഉനിക്കാൻ പാടില്ല. അത് ഞാൻ ജീവനോടുള്ളപ്പോൾ സമ്മതിക്കില്ല. പിന്നെ താൻ എന്താ കരുതിയത്? തന്റെ ആത്മാഭിമാനത്തിന് ഞാൻ വില തരുന്നില്ലെന്നാണോ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. എന്റെ അഭിമാനം കാക്കാൻ, ഞാൻ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കാൻ മീര കഷ്ടപ്പെട്ടതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. തനിക്ക് എന്നോടുള്ളതുപോലെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എനിക്ക് തന്നോട് സ്നേഹമാണ്. അതുകൊണ്ട് ആരുടെ മുമ്പിലും മീര തലകുനിക്കേണ്ട കാര്യവുമില്ല. പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കാൻ മീര അഭിക്ക് മുമ്പിൽ തലകുനിച്ചാൽ അഭി അതൊരു ആയുധമായിട്ട് കാണും. നാളെ അവള് വേറെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ദേവ ബിൽഡേഴ്സ് എന്ന നമ്മുടെ കമ്പനി എന്റെ കൂടി അധ്വാനം കൊണ്ടാ ഇന്നത്തെ ഈ നിലയിലെത്തിയത്. ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് അഭിക്ക് അറിയില്ല. അത് അവൾ അറിയണം. അതിനിങ്ങനെ ഒരു ഭാഗം വയ്ക്കൽ നല്ലത് തന്നെയാ. എന്നാലും ആദർശേട്ടാ, ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചെന്നല്ലേ എല്ലാവരും കരുതൂ. ആളുകൾ എന്ത് വേണമെങ്കിലും കരുതട്ടെ. നമ്മളെ അറിയാവുന്നവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അതുകൊണ്ട് മീരയ്ക്ക് ഒരു സങ്കടവും വേണ്ട. ഇനി മീരയുടെ കണ്ണ് നിറയാൻ പാടില്ല. താൻ കരഞ്ഞാൽ ഞാൻ തോറ്റുവെന്ന് അതിനർത്ഥം. ഞാൻ ജയിക്കുന്നത് കാണാനാണ് മീര ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആദർശേട്ടൻ എന്നും എല്ലായിടത്തും ജയിക്കണം, അതാ എന്റെ ആഗ്രഹം. എങ്കിൽ ഇനി ഇങ്ങനെ ഓരോന്നോർത്ത് വെറുതെ കരയാനും വിഷമിക്കാനൊന്നും നിൽക്കരുത്. സന്തോഷമായിട്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം മീരയുടെ ഭഗവാന്റെ തീരുമാനങ്ങളാണ്. അത് നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. ഈശ്വരൻ എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിച്ചു തരും. അതെ. മീര വിളിക്കുകയോ മറ്റോ ചെയ്തോ അമ്മേ? ഇല്ല, വിളിച്ചില്ല. അഭിരാമി വന്ന ശേഷം എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അതറിയാൻ വേണ്ടി ചോദിച്ചതാ. അതെല്ലാം ഞാൻ അയച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇനി സംശയമാണെങ്കിൽ ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് കാണിച്ചു തരാം. അല്ല, ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ടില്ലെന്ന് ആരാ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അക്കൗണ്ടന്റിനോട് തന്നെ ചോദിക്കണം. അതെ, എനിക്ക് തന്നത് നിങ്ങളുടെ ഷോപ്പിന്റെ അക്കൗണ്ട് നമ്പർ തന്നെയല്ലേ? ശരി, ചെക്ക് ചെയ്തിട്ട് പറയ്. ഒരു തലവേദനകള്. കഴിഞ്ഞ ആഴ്ച കൊടുത്ത പേയ്മെന്റാ, അതവർക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാ വിളിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ തെളിവുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? ഞാനത് പറഞ്ഞു. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ അവർക്കത് മനസ്സിലാവും. അതവര് നോക്കാന്ന് പറഞ്ഞായിരുന്നു. ഇതാരാ വാനമ്പാടിയ? പോകാമോ ആരാരും കാണാതെ ഒന്ന് വിളിച്ചെല്ലാമോ, കുറിമാനം നൽകി പോരാമോ, പഞ്ചവർണ്ണ നീ ഒന്ന് നിന്നേടി, ഇങ്ങോട്ട് വാ. എന്താ പതിവില്ലാതൊരു പാട്ടൊക്കെ? എന്താ അമ്മേ, എനിക്കൊരു പാട്ട് പാടാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ വീട്ടിലില്ലേ? അല്ല, അതൊക്കെ ഉണ്ട്. സാധാരണ നീ ഡാൻസിന്റെ ആർക്കും മനസ്സിലാകാത്ത പാട്ടല്ലേ പാടിക്കൊണ്ട് കിടക്കുന്നേ. ഇപ്പൊ നീ അത് മാറ്റി സിനിമാ പാട്ട് പാടിയതുണ്ടോ അമ്മ ചോദിക്കുന്നേ? ആണോ? എന്നാ സാരമില്ല, ഞാനൊന്ന് ട്രാക്ക് മാറ്റി പിടിച്ചതാന്ന് കൂട്ടിയാ മതി. എന്നാലും നിനക്കെന്തോ മാറ്റമുണ്ട് വിദ്യ. രണ്ടു ദിവസം ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ ഒരു ഭാഗത്ത് മാറിയിരിക്കുക. ഇന്ന് പുറത്തു പോയി വന്നു കഴിഞ്ഞ് പാട്ടും പാടി നടക്ക്. നിനക്കിത് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ചോദിച്ചത്. ഞാനൊരു പാട്ട് പാടിയതാണ് അമ്മയുടെ പ്രശ്നം. നീ പാടിയതൊന്നും അല്ല ഞാൻ ചോദിച്ചത്. ഇങ്ങനെ തുടരെ തുടരെ മാറ്റങ്ങൾ വരാൻ നിനക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്. എന്തൊക്കെയാ ഈ അമ്മ പറയുന്നേ? എനിക്കറിയില്ല. മനുഷ്യനൊന്ന് ടെൻഷൻ ഫ്രീ ആയിരുന്നാൽ അതിനും ചോദ്യം ചെയ്യാൻ വരും. വളരെ കഷ്ടമാണ്. ഞാൻ മുറിയിൽ തന്നെ ഇരുന്നോളാം. ഇങ്ങോട്ട് വരാൻ പോയത് കുഴപ്പമായത്. ഇങ്ങോട്ട് ബെന്നി, നിനക്കെന്താടി? കൊച്ചൊരു
പാട്ടുപാടിയൻ ഇങ്ങനെയൊക്കെ പറയാവൂ? മനോജേട്ടാ, ഞാൻ അവളുടെ അമ്മയാ. അതുകൊണ്ട് അവള് ജനിച്ചപ്പോ തൊട്ട് അവളുടെ ഓരോ ചെറിയ മാറ്റങ്ങളും എന്റെ കൺമുൻപിലാ സംഭവിച്ചിട്ടുള്ളത്. എന്റെ മുന്നിൽ അവള് കള്ളത്തരം കാണിച്ച എനിക്കിത് മനസ്സിലാവും. മക്കളെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാർക്കും അത് മനസ്സിലാവും, ഇല്ലേ അമ്മേ? എനിക്കറിയില്ല തന്നെ. നീ ഈ പറയുന്ന ഒരു കുഴപ്പവും വിദ്യക്കുള്ളതായി തോന്നുന്നില്ല. അമ്മയ്ക്ക് എന്താ മനസ്സിലാവാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ വിദ്യക്ക് എന്തോ മാറ്റം ഉണ്ടെന്നുള്ളത് സത്യം. നമ്മളെ സൂക്ഷിച്ചില്ലെങ്കിലേ കാര്യങ്ങൾ കൈവിട്ടു പോവും. അവക്കെന്ത് കുഴപ്പമുണ്ടെന്നാ നീ പറഞ്ഞു വരുന്നത്? മനോജേട്ടാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ആരോ അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങള് പറഞ്ഞു എന്ന് വയ്ക്കുക. അപ്പൊ അവൾ എന്ത് ചെയ്യും? അവള് ചിലപ്പോ അവരെ തിരുത്താൻ ശ്രമിക്കും. അവള് തിരുത്തിയത് അവർക്ക് ഇഷ്ടമാകാതെ അവളെ വഴക്ക് പറഞ്ഞാലോ? അതിനുള്ള മറുപടി അവള് പറയും. പിന്നെ പറയാൻ പറ്റാത്ത പൊസിഷനിലുള്ള ആളാണെങ്കിൽ മറുപടി പറയാനാകാതെ ടെൻഷനാവും, വിഷമം ഉണ്ടാവും. അവൾക്ക് മറുപടി പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ മടിയുള്ള വേണ്ടപ്പെട്ട ഒരാളാണെങ്കിലോ? ഉറപ്പായും സങ്കടമാവും. അതുപോലൊരു സങ്കടമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അവളുടെ തലവേദന എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ആ പ്രശ്നം മാറി, അവൾക്ക് സന്തോഷമായി. അതാണിപ്പൊ പാട്ടും പാടി നടക്കുന്നത്. ഇത്ര ചെറിയ സമയം കൊണ്ട് ഇണങ്ങാനും പിണങ്ങാനും സാധിക്കുന്നത് ആർക്കായിരിക്കും? ആർക്ക്? അമ്മ പറ, ആർക്കാ? എനിക്കിതൊന്നും അറിയില്ല. യോ, നിങ്ങൾക്കിതൊന്നും മനസ്സിലാവാത്തത് എന്തെന്ന്? തന്നെ ആക്ച്വലി നിന്റെ മനസ്സിലെന്താ? അവൾക്കെന്തോ ആരോടോ അടുപ്പമുണ്ടോന്ന് എനിക്കൊരു സംശയം. അതെ, ഞാനൊന്ന് ഉറങ്ങട്ടെ. എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. അതെ, അമ്മ തന്നെ കളിയാക്കാണോ? അല്ല തന്നെ, എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ പോയി കിടക്കട്ടെ. അമ്മ ചെല്ലു. എന്നാ വാ, നമുക്കും പോവാം, ഉറങ്ങാം. അല്ല, ഞാൻ പറഞ്ഞൊന്നും നിങ്ങളുടെ ചെവിയിൽ വീണില്ലേ? അതൊക്കെ വേണു, എല്ലാം മനസ്സിലായി. അതാ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞേ. അപ്പൊ മോൾക്കൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞ അച്ഛനായി നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്? തന്നെ അവക്ക് ബന്ധമുണ്ടെന്ന് നീ ഊഹിച്ച് കണ്ടുപിടിച്ചതല്ലേ അല്ലേ? അതും ഒരു തലവേദനയും പാട്ടും വെച്ച്. അതിന് ഇത്രയൊക്കെ റിയാക്ഷൻ മതി. മനോജേട്ടാ, ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാനൊരു അമ്മയാ. എനിക്ക് അവളെ അറിയാം. ഞാൻ പറയുന്നത് സത്യമാണെന്ന് എല്ലാവർക്കും പിന്നീട് മനസ്സിലാവും. നോക്കിക്കോ. എങ്കിൽ പിന്നെ ഉറങ്ങാം. എല്ലാം സഹിക്കാൻ പറ്റുന്നതിനപ്പുറം ആയി കഴിഞ്ഞു മുകുന്ദേട്ടാ. ഞാൻ കാരണമാണ് വീട്ടിൽ വഴക്കുണ്ടാകുന്നതെന്നും കമ്പനി വീതം വെക്കണമെന്നൊക്കെയാ അഭിചേച്ചി ഇപ്പൊ പറയുന്നത്. ക്ഷമിക്കാവുന്ന അത്രയും ക്ഷമിച്ചു. ഒന്നും കാര്യമാക്കാതെയിരുന്നു. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ആദർശ് എന്നോട് സംസാരിച്ചു. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല. അഭിരാമി പറഞ്ഞതെല്ലാം കേട്ട് മീര തിരിച്ചൊന്നും പറയാതിരുന്നത് അവസരമായി കണ്ട് അഭിരാമി മുന്നേറുകയാവും അല്ലേ? ഞാൻ എന്ത് തിരിച്ചു പറയാനാ? എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ എരുതിയിൽ എണ്ണ ഒഴിക്കും പോലെ പ്രശ്നങ്ങൾ ആളിക്കത്തേലേ ഉള്ളൂ. ഒരുപക്ഷെ അഭിചേച്ചി അതിനാണ് ശ്രമിക്കുന്നതെങ്കിലോ? എന്റെ വാക്കുകൾ വളച്ചൊടിച്ച് വഴക്കുകൾ വലുതാക്കി എല്ലാ കുറ്റവും എന്റേതാക്കി മാറ്റില്ലേ? ഇപ്പൊ തന്നെ മീര കാരണമാണ് വഴക്കുണ്ടാവുന്നതെന്നല്ലേ അഭിരാമി പറയുന്നത്? അതെ, ഞാൻ കാരണമാണ് പ്രശ്നങ്ങളെന്നും ഞാൻ കുടുംബം പിരിക്കാൻ നോക്കുകയാണെന്നൊക്കെയാ അഭിചേച്ചി പറയുന്നത്. പക്ഷേ സത്യത്തിൽ അതിന് ശ്രമിക്കുന്നത് അഭിചേച്ചി തന്നെയാ. ഓരോരുത്തരും അവർക്ക് വേണ്ടത് എന്താണോ അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രവൃത്തി കൊണ്ടുണ്ടാവുന്ന കുറ്റങ്ങളും കാരണങ്ങളും മറ്റുള്ളവരുടേതാക്കാനും അവർ ശ്രമിക്കും. കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റാണെന്ന് അവരുടെ മനസാക്ഷിക്ക് അറിയാം. അപ്പോൾ ആ തെറ്റുകൾ മറ്റുള്ളവരുടേതാക്കി കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം അവർക്ക് കിട്ടും. ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇത് ഈ ബുദ്ധിയും ഹൃദയവും തമ്മിലുള്ളൊരു വടംവലിയാ. എല്ലാ മനുഷ്യരും കരുതുന്നത് അവർ വലിയ ബുദ്ധിമാന്മാരാണെന്ന. സ്വന്തം ബുദ്ധി കൊണ്ട് പലതും നേടാനാവുമെന്നും പലതും ചെയ്യാനാവുമെന്നും അവർ അഹങ്കാരത്തോടെ ചിന്തിക്കും. അപ്പോഴും അതിലെ തെറ്റുകൾ ഹൃദയം ചൂണ്ടിക്കാണിക്കും.
കാരണം എല്ലാ ഹൃദയത്തിലും ഈശ്വര സാന്നിധ്യമുണ്ട്. പക്ഷെ അഹങ്കാരം കൊണ്ട് സ്വന്തം ബുദ്ധിയാണ് വലുതെന്ന് മനുഷ്യനങ്ങ് ഉറപ്പിക്കും. അങ്ങനെ വിചാരിച്ച് ഉറപ്പിച്ച ശരികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സർക്കസുകൾ ചെയ്തു കൂട്ടും. ഒടുവിൽ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് ഹൃദയത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കും. അന്ന് ഈശ്വരൻ്റെ ഭാഷ മനസ്സിലാക്കാനുള്ള ശക്തി മനുഷ്യനുണ്ടെങ്കിൽ മാത്രമേ അവനൊരു തിരിച്ചുവരവുള്ളൂ. അല്ലെങ്കിൽ അധപതിച്ച് ജീവിതം നാശത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആണ്ടുപോകും. ഈശ്വരന്റെ ഭാഷയെന്ന് മുകുന്ദേട്ടൻ ഉദ്ദേശിച്ചത് എന്താ? ലിപിയോ അക്ഷരമോ ശബ്ദമോ ഇല്ലാത്ത സ്നേഹത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഭാഷയാണത്. ഹൃദയത്തിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകുന്ന അമൃത പോലെയാണത്. അനുഭവത്തിലൂടെ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കൂ. മലിനമായ ചിന്തകളും അഹങ്കാരവും കൊണ്ട് മനസ്സ് മൂടിയാൽ ഒരിക്കലും അത് അനുഭവിക്കാൻ കഴിയില്ല. ഒരിക്കലും ആ ഭാഷ മനസ്സിലാക്കാനുമാവില്ല.